എല്ലാവർക്കും നമസ്കാരം. വെർച്വൽ വൈബ്സ് ദി ലിറ്റിൽ ലാൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏകാദശിയാണ് എന്ന് നമ്മൾ ഇന്നലെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തിഥി തുടങ്ങുന്ന സമയവും അവസാനിക്കുന്ന സമയവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് ഇന്നാണ് ഏകാദശി തിഥി തുടങ്ങുന്നത്. എന്നിട്ട് നാളെ ഉച്ച വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. അതിനുശേഷം ദ്വാദശിയാണ്. അപ്പോൾ നാളത്തെ ഏകാദശി എന്ന് പറയുന്നത് നമ്മളതിന് വരുത്തിനി ഏകാദശി എന്നാണ് പറയുക. പഞ്ചാംഗം അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ, ജ്യോതിഷം അനുസരിച്ചിട്ട് എല്ലാ മാസവും 2 ഏകാദശിയുണ്ട്. കൃഷ്ണപക്ഷ ഏകാദശിയുണ്ട്, ശുക്ലപക്ഷ ഏകാദശിയുണ്ട്. അതിൽ വൈശാഖ മാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശീനെയാണ് നമ്മൾ വരുത്തിനി ഏകാദശി എന്ന് വിളിക്കുന്നത്. അപ്പം കൃഷ്ണപക്ഷ ഏകാദശി, അതായത് വരുത്തിനി ഏകാദശി തുടങ്ങുന്നത് ഇന്ന് ഏപ്രിൽ 23-ന് 4:43 PM മുതലാണ്. ഏപ്രിൽ 24 2:32 PM വരെയാണ് ഏകാദശി തിഥിയുള്ളത്. അതിനുശേഷം ദ്വാദശിയാണ്. ദ്വാദശി ഏപ്രിൽ 25 11:45 AM വരെയാണ് ഉള്ളത്. അപ്പോൾ 11:45 AM മുമ്പായിട്ട് പാരണ ചെയ്തിരിക്കണം എന്നാണ്. അപ്പോൾ ഒരു 10 മണിക്ക് മുമ്പായിട്ട് വ്രതം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നമ്മുടെ വിശ്വാസപ്രകാരം ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു പുണ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകാദശി വ്രതം ചിട്ടയനുസരിച്ച് അത് അനുഷ്ഠിച്ചിട്ട് പൂജകൾ നടത്തുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് വൈകുണ്ഠ ലോകം തന്നെ ലഭിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം ശുക്ല, ബ്രഹ്മ, ത്രിപുഷ്കര 3 യോഗങ്ങളുടെ കാര്യമാണ്. ഈ 3 യോഗങ്ങളും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ഏകാദശിയാണ് വരുത്തിനി ഏകാദശി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ശുഭയോഗം എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ 3 യോഗങ്ങളിലും ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത് എന്ന് പറയുന്നത് അത്രയും ഒരു എന്താ പറയുക, പുനർജീവനം തരിക എന്ന് പറയില്ലേ, അത്രയും പുണ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു യോഗങ്ങളിൽ എന്തൊന്ന് ചെയ്തു കഴിഞ്ഞാലും അത് ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നോളും എന്നാണ് പറയുന്നത്. ഏത് ജോലി ആ സമയത്ത് ചെയ്യുകയാണെങ്കിലും അതിൽ നമുക്ക് വിജയം പ്രാപ്തമാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ജലദാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏകാദശിയിൽ, വരുത്തിനി ഏകാദശിയിൽ പറയുന്നത്. ജലം അല്ലെങ്കിൽ വെള്ളം ആണ് ദാനമായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം വൈശാഖ മാസത്തിൽ സാധാരണയായിട്ട് കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും. കാരണം സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. ഇപ്പം നമ്മൾ ഇന്ന് മേടം 10 എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ സൂര്യൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയമായിരുന്നു ഇന്ന് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ നാളെയും ചൂട് കൂടുതലുള്ള ദിവസം തന്നെയാണ്. അപ്പം മഴയൊക്കെ കിട്ടുകയാണെങ്കിൽ ആശ്വാസം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂട് തന്നെയായിരിക്കും. അപ്പം നമ്മൾ വെള്ളം ദാനം ചെയ്യുക അല്ലെങ്കിൽ ജലദാനം എന്നുള്ളതാണ് ഈ വരുത്തിനി ഏകാദശിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദാനകർമ്മം എന്ന് പറയുന്നത്. ഇപ്പം പൊതുയാത്രക്കാർക്ക് നമ്മൾ തണ്ണീർത്തടം എന്നുള്ള രീതിയിൽ കുംഭത്തിൽ വെള്ളം വയ്ക്കുക, അങ്ങനത്തെയൊക്കെ രീതിയിൽ നാളെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും അത് മോചിപ്പിക്കും എന്നാണ് പറയുന്നത്. കാരണം മറ്റുള്ളവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയാണ് ഈ ജലദാനത്തിലൂടെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ അതേപോലെ അത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഭഗവാൻ കാത്തുകൊള്ളും എന്നാണ് പറയണത്. അപ്പം നാളത്തെ ദിവസം സാധാരണ നമ്മൾ ഏകാദശിയുടെ കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ ധാന്യഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പഴങ്ങൾ കഴിച്ചിട്ട് വ്രതം എടുക്കാം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ചിട്ടകളിൽ പൂജയിൽ അഭിഷേകം ഒരു പ്രധാന ഘടകമാണ്. അഭിഷേകം ചെയ്യുമ്പോൾ പഞ്ചാമൃതം, അതായത് പാല്, തൈര്, നെയ്യ്, പഞ്ചസാര, തേൻ, ഈ ഒരു 5 വസ്തുക്കൾ കൊണ്ടുള്ള അഭിഷേകമാണ് പ്രാധാന്യം ഉള്ളത്.
മഹാവിഷ്ണുവിനെ, ശ്രീഹരിയെ അഭിഷേകം ചെയ്യുക പഞ്ചാമൃതം വെച്ചിട്ട്. പഞ്ചാമൃതം എന്ന് പറയുന്നത് ഈ 5 വസ്തുക്കളാണ്. അതായത് പാല്, തൈര്, നെയ്യ്, പഞ്ചസാര, തേൻ, ഇത്രയും വെച്ചിട്ടാണ് അഭിഷേകം ചെയ്യേണ്ടത്. പിന്നെ ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഓം നമോ ഭഗവതേ വാസുദേവായ, ആ മന്ത്രമാണ് നാളെ ജപിക്കേണ്ടത്. പിന്നെ നിവേദ്യം ഉണ്ടാക്കുമ്പോൾ അതിൽ തുളസീദളം ആണ് അർപ്പിക്കേണ്ടത്. പിന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഇപ്പോൾ ഇന്ന് 10ാമതെയാണ്, നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ന് വ്യാഴാഴ്ചയാണ്, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ, ഇന്ന് വൈകിട്ട് മുതൽ ഇന്ന് തന്നെ ഏകാദശി തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഇന്ന് മുതൽ നാളെ ഏകാദശി ആയതുകൊണ്ട്, വരുത്തിനി ഏകാദശി ആയതുകൊണ്ട് ശ്രീഹരിയുടെ പൂജയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നും നാളെയും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്രയും ഉത്തമമാണ് എന്നാണ് പറയുന്നത്. പിന്നെ ദ്വാദശിയിലാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ദ്വാദശി എന്ന് പറയുമ്പോൾ ദ്വാദശി നാളെ തന്നെ തുടങ്ങുന്നുണ്ടെങ്കിലും മറ്റന്നാൾ ഉള്ള സമയത്ത് മറ്റന്നാൾ സൂര്യോദയത്തിന് ശേഷമുള്ള ദ്വാദശിയിലാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയുടെയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ നാളെ ആരാധിക്കേണ്ടത്. ദിവസം മുഴുവൻ ഭഗവാനെ ധ്യാനിച്ച്, ലക്ഷ്മി സമേതനായ ഭഗവാനെ ധ്യാനിച്ചിട്ട് ഉപവസിക്കുകയാണ് ചെയ്യേണ്ടത്. ദ്വാദശി തീരുന്നതിന് മുമ്പ് തന്നെ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ നിവേദ്യത്തിൽ തുളസി അർപ്പിക്കുക എന്നുള്ളത് ഇതേപോലെ ഇപ്പോൾ ജലദാനം പറഞ്ഞ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജലദാനം ഉണ്ടാവണം. സെക്കൻഡ് പറഞ്ഞത് നൈവേദ്യം ചെയ്യുമ്പോൾ നിവേദ്യത്തിൽ തുളസി കൂടി അർപ്പിക്കണം എന്നുള്ളതാണ്. അതായത് ഭഗവാന് തുളസി അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഏകാദശി വ്രതം ഇനിയിപ്പോൾ അതിൻ്റെ ചിട്ടയിൽ ആചരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അത് സാത്വികമായിട്ടുള്ള ഭക്ഷണം മാത്രം നാളെ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ സാധാരണ പോലെ തന്നെ എല്ലാ വ്രതങ്ങളുടെയും പോലെ തന്നെ അതിന് നമ്മൾ മനഃശുദ്ധി വേണം എന്നുള്ളതാണ് എല്ലാത്തിനും വേണ്ടത്. അതിനാണ് വ്രതം എടുക്കുന്നത്. വ്രതം എടുക്കുമ്പോൾ നമ്മളുടെ മനഃശുദ്ധി വരികയാണ്. അപ്പോൾ നമ്മൾ എന്താണ് അത് ഭഗവാന് മാത്രം അർപ്പിക്കുകയാണ് ആ ഒരു ദിവസം. അപ്പോൾ ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല, മോശമായിട്ട് വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ വരുത്തിനി ഏകാദശിയിൽ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളത്, വരാഹരൂപത്തെ ആരാധിക്കുന്ന ഏകാദശി എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ വരാഹരൂപത്തെ ഈ ഒരു ദിവസം ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള, അതായത് ആശയവിനിമയത്തിലുള്ള കഴിവ് അത് കൂട്ടും എന്നാണ് പറയണത്. ഇനി വ്രതകഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നതാണ് വരുത്തിനി ഏകാദശിയുടെ കഥയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് ഒരു മന്ദാത എന്ന് പറഞ്ഞിട്ട് പേരിലുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം ഭയങ്കര ദാനശീലനായിരുന്നു എന്നും അതേപോലെ തന്നെ വിശ്വാസവും തപസ്സും ഒക്കെ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ രാജാവ് എന്നാണ്. എന്നിട്ട് രാജാവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് നർമ്മദ നദിയുടെ തീരത്താണ്. ഒരു ദിവസം രാജാവ് തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് തപസ്സിൽ ലയിച്ചിരുന്ന സമയത്ത്, അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കരടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാല് കടിച്ചു കഴിക്കാൻ തുടങ്ങിയെന്നാണ്. പക്ഷേ അദ്ദേഹം അതൊന്നും അറിയണില്ല. കാരണം അദ്ദേഹം അത്രയും കഠിനമായ ആ ഒരു ആത്മാർപ്പണത്തോടെയുള്ള തപസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അതൊന്നും അറിഞ്ഞില്ല എന്നാണ്. പക്ഷേ കരടി എന്തു ചെയ്തു വെച്ചാൽ രാജാവിനെ കടിച്ച് വലിച്ച് കാടിൻ്റെ നടുവിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ കാടിൻ്റെ ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ രാജാവിനാകെ പരിഭ്രാന്തനായി എന്നും അദ്ദേഹം ഭഗവാനെ അഭയം പ്രാപിച്ചു എന്നുമാണ്. അപ്പോൾ ഭഗവാൻ വിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് കരടിയിൽ നിന്ന് രാജാവിനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്.
പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്ക് കരടി രാജാവിൻ്റെ ഒരു കാല് മുഴുവനും കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ മഹാവിഷ്ണു രാജാവിനോട് പറഞ്ഞു, മധുരയിലേക്ക് പോയിക്കോളൂ, അവിടെ ചെന്നിട്ട് വരാഹമൂർത്തിയെ ആരാധിച്ചിട്ട് വിധിപ്രകാരം വരുത്തിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞു. അതായത് വൈശാഖ മാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി വ്രതം വിധിപ്രകാരം അനുഷ്ഠിക്കാനും പറഞ്ഞു. വാരാഹമൂർത്തിനെ ആരാധിച്ചുകൊണ്ട് ഈ ഒരു വ്രതം വിധിപ്രകാരം ആചരിക്കാനും പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുന്നും പഴയ ജന്മങ്ങളിലുള്ള പാപങ്ങളിൽ പോലും മോചനം ലഭിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ രാജാവ് എല്ലാം കൃത്യമായി ചെയ്തു എന്നും മധുരയിലേക്ക് പോയിട്ട് എല്ലാം കൃത്യമായി ചെയ്തു എന്നും വരുത്തിനി ഏകാദശിയിൽ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചിട്ട് ഏകാദശി അനുഷ്ഠിച്ചു എന്നുമാണ് പറയുന്നത്. അതോടെ അദ്ദേഹം പൂർണ്ണമായിട്ട് ആരോഗ്യവാനായിട്ട് മാറി എന്നാണ്. പിന്നെ കാലം നീങ്ങുമ്പോൾ, അതായത് മരണശേഷം അല്ലേ, ഈ രാജാവിന് സ്വർഗത്തിൽ തന്നെ ഇടം കിട്ടിയെന്നാണ് പറയുന്നത്. ഭൂമിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വർഗം. അത് തന്നെ ഭഗവാൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ വരുത്തിനി ഏകാദശി വ്രതം എന്ന് പറയുന്നത് അവരുടെ മുൻജന്മങ്ങളിലുള്ള പാപങ്ങൾ പോലും നശിപ്പിച്ചിട്ട് സ്വർഗവാസം ലഭിക്കും എന്നാണ് അതിൻ്റെ വിശ്വാസം. അപ്പോൾ വ്രതം തുടങ്ങേണ്ടത് നാളെയാണ്. ഇന്ന് ഏകാദശി തിഥി തുടങ്ങുന്നുണ്ടെങ്കിലും ഏപ്രിൽ 24 നാളെയാണ് ഏകാദശിയുടെ വ്രതം നമ്മൾ എടുക്കേണ്ടത്. അതിനുശേഷം മറ്റന്നാൾ ഏപ്രിൽ 25-നാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്, അതായത് പാരണ ചെയ്യേണ്ടത്. വ്രതകഥ എന്ന് പറയുന്നത് ഇതാണ്. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മരാജാവ് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ വരുത്തിനി ഏകാദശിയിൽ എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.